പക്ഷേ ഈ കത്തുന്ന വേനലിലും നമുക്ക് ഈ നല്ല ജലസ്രോതസ്സായി മാറുന്ന ചില പ്രദേശങ്ങളെങ്കിലും കേരളത്തിലുണ്ട്. അത്തരമൊരു സ്ഥലം കൂടി കാണിച്ചു തന്നിട്ട് ഇന്നത്തെ മോർണിംഗ് ഷോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പോകുന്നത് കേണി എന്ന് പറയുന്ന തെളിനീർ ഉറവയിലേക്കാണ്. കേണി എവിടെയാണ്? കെണി വെച്ച് പിടിക്കുമോ നമ്മൾ? നോക്കൂ. മറ്റു ജില്ലകളെപ്പോലെ പൊള്ളുകയാണ് വയനാട്. ചൂടിങ്ങനെ കനത്ത് വരുന്നു. കാടും നാടും ഒരുപോലെ വരണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇതിനിടയിലും ഇപ്പോഴും ശേഷിക്കുന്ന ചില ജലത്തുരുത്തുകളുണ്ട് വയനാട്ടിൽ. കേണികളെന്നാണ് അവയെ വിളിക്കുന്നത്. അത്തരത്തിൽ ജലശേഖരമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാക്കത്തെ കേണിയിലേക്കാണ് നമ്മുടെ യാത്ര. പുൽപ്പള്ളി പാക്കത്ത് ആദിവാസി വിഭാഗമായ കുറുമരുടെ ഊരിനോട് ചേർന്ന് കാടതിർത്തി കടന്നാൽ കാണാം കണ്ണീര് പോലുള്ള വെള്ളം ചുരത്തുന്ന കേണി. അരയോളം മാത്രം താഴ്ച. എത്ര വെള്ളം മുക്കിയെടുത്താലും പ്ലാവിൻ തടി തുരന്നുണ്ടാക്കിയ കുറ്റിയിൽ ജലം നിറഞ്ഞുകൊണ്ടേയിരിക്കും. നൂറ്റാണ്ടിനപ്പുറമുള്ള ഓർമ്മകളിലും ഈ കേണി ഇതുപോലെ തന്നെ ഇവിടെയുണ്ട്. ഞാനിവിടെ 16 വയസ്സിൽ വന്നാണ്, ഇപ്പോൾ 90 വയസ്സ് ആകാൻ പോണ്. നേരത്തെ ഉണ്ട് കേണി. ഞങ്ങൾക്ക് ഏത് കാലത്ത് എല്ലാ വീട്ടിലും ഞങ്ങളെ ഈ ഓരോ കോളനിക്കും ഇവിടെ അല്ല, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു കേണിയുണ്ട്. ഇതിപ്പോൾ ഏതോ കാലത്തുള്ളതാണ്. അവിടെയൊക്കെ കേണിയുണ്ട്. ഇത്രയും പരിഷ്കാരമില്ല. ഇതാണെങ്കിൽ ദൈവം മുകളിൽ നിന്ന് ദൈവം വന്നാൽ കേണിയിലേക്ക് കുളിക്കാൻ പോകും. കേണിയിൽ പോയി മുങ്ങി കുളിച്ചിട്ടേ വരുള്ളൂ. പലയിടത്തും കിണറുകൾ വറ്റിവരേണ്ട അനുഭവം ഇപ്പോൾ വയനാട്ടിലുണ്ട്. ഇവിടെയാണ് കാടകത്തെ ഈ അദ്ഭുത പ്രവാഹം. മനുഷ്യർ മാത്രമല്ല, ചുറ്റുമുള്ള ജന്തുജാലങ്ങളും ആശ്രയിക്കുന്നത് ഈ ഉറവയെയാണ്. ചെരിപ്പഴിച്ചിട്ടേ വെള്ളമെടുക്കാൻ പോകൂ. അത്രമാത്രം ദൈവികമായി കാണുന്നു കേണിയെ ഇവിടെത്തുകാർ. കുടിവെള്ളത്തെ എന്തിനും മുകളിലായി കാണുന്ന ഗോത്രജനതയുടെ സംസ്കാര പ്രതീകം കൂടിയാണ് ഈ ഉറവകൾ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.